ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഐസോമോർഫിക് ബൈനറി സ്ട്രക്ചർ എന്താണെന്ന് ക്ലിയർ ആയി. ഐസോമോർഫിസം അല്ലാത്തതിനുള്ള എക്സാമ്പിൾസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഈ ഐസോമോർഫിസം പ്രോപ്പർട്ടി നമുക്ക് ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് വീണ്ടും വരുന്നതാണ്. ഇതിപ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു ഐസോമോർഫിസം എന്താണെന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഓൾജിബ്രേൻ്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓൾജിബ്രേൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഓൾജിബ്രായിക് സ്ട്രക്ചേഴ്സ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ ഈ ഓൾജിബ്രായിക് സ്ട്രക്ചർ എന്ന ഐഡിയ കിട്ടിയല്ലോ. ലൈക്ക് ഗ്രൂപ്പ്സ്, ഫീൽഡ്സ്, റിങ്സ്, അങ്ങനെ പറഞ്ഞു അല്ലേ? ഇനി നമ്മളുടെയും ഗ്രൂപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതിനു മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് വരുന്നതാണ് എക്സിസ്റ്റൻസ് ഓഫ് എൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഓക്കെ, so next definition is, let A star be a binary structure. Okay, an element E of S is an identity element for star if E star S is equal to S star E equal to S for all S belongs to S. We call E belongs to S is an identity element for star. Okay, if E star S equal to S star E equal to S for all S belongs to S. ഡെഫിനിഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡെഫിനിഷൻ ക്ലിയർ ആക്കുക. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലേക്ക് കിടക്കാം. ഒരു ഓൾജിബ്രായിക് സ്ട്രക്ചർ എടുക്കുന്നു. ഞാൻ Z അണ്ടർ അഡീഷൻ എടുക്കുന്നു. ഓക്കെ, ഈ സെഡിലുള്ള ഒരു എലമെന്റ് നിങ്ങൾക്ക് കാണണം. എന്താണ് ദാറ്റ് എലമെന്റ് ഇ മസ്റ്റ് സാറ്റിസ്ഫൈസ് ദ പ്രോപ്പർട്ടി ഇ പ്ലസ് സെഡിലുള്ള ഏതൊരു എലമെന്റ് എടുത്താലും സം എൻ എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടണം? നമുക്ക് എൻ തന്നെ കിട്ടണം. ഓക്കെ, സിമിലർലി ദിസ് ഈസ് ഈക്വൽ ടു എൻ പ്ലസ് ഇ. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇ പ്ലസ് എൻ ഈക്വൽ ടു എൻ ആവുന്ന തരത്തിലുള്ള എല്ലാ എലമെൻസിനും ട്രൂ ആവണേ. അങ്ങനെയുള്ള ഏതെങ്കിലും എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? സീറോ അല്ലേ? സീറോ പ്ലസ് എൻ ഇസ് ഈക്വൽ ടു എൻ ആൻഡ് ക്ലിയർലി ദിസ് ഇസ് ഈക്വൽ ടു എൻ പ്ലസ് സീറോ ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ എവറി എൻ ബിലോങ്സ് ടു സെഡ്. Therefore, in this case, 0 is an identity element for addition. Okay. What about if you consider Z under multiplication? Now what will be the identity element? ഏതാ വരിക? 1 അല്ലേ? 1 into n equal to n equal to n into 1 and this is true for every n belongs to Z. Now you know that addition under set of all natural numbers under addition is an algebraic structure. Set of all natural numbers under addition is an algebraic structure. Does there exist an element E belongs to n such that E plus S n equal to n plus C? Set of all natural numbers ഏതെങ്കിലും എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇവിടെ ഈ അഡീഷൻ്റെ കേസിൽ സീറോ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യൂ. അപ്പോൾ ആ കേസിൽ എന്താണ്? ഇവിടെ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൽ സീറോ ഇല്ല. Therefore, this is an algebraic structure and that has no identity element. So, എല്ലാ algebraic structuresനും ഐഡൻറ്റിറ്റി എലമെന്റ് ഉണ്ടാവണം നിർബന്ധമില്ല. ഓക്കെ, ഒരു ഐഡൻറ്റിറ്റി എലമെന്റ് ഉണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ ആർ അണ്ടർ അഡീഷൻ എടുക്കുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സി അണ്ടർ അഡീഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ 0 is the identity element. Now what about matrix? Matrix അഡീഷനിൽ ഏതായിരിക്കും ഐഡൻറ്റിറ്റി എലമെന്റ് വരിക? സെറ്റ് ഓഫ് ഓൾ m by n of r, set of all m by n matrices. So matrixന്റെ ഓർഡർ സെയിം ആണ്. സോ നമുക്ക് അത് രണ്ടും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഡ് ചെയ്യുന്ന കേസിൽ അഡീഷൻ ഇസ് എ ബൈനറി സ്ട്രക്ചർ, അഡീഷൻ ഇസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദിസ് സെറ്റ്, matrix addition. What about the identity element? ക്ലിയർ, സീറോ മെട്രിക്സ് അല്ലേ? m by n ഇതിലുള്ള സീറോ മെട്രിക്സ് ആണ് എന്ത് ഐഡൻറ്റിറ്റി എലമെന്റ് ആയിട്ട് വരിക. അപ്പോൾ അതുപോലെ തന്നെ ഓപ്പറേഷൻ മാറുന്നതിനനുസരിച്ച് ഇവിടെ എപ്പോഴും സീറോ തന്നെ ആവണമെന്നില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഓപ്പറേഷൻസ് പറയും.
ഓക്കെ, അതിപ്പോൾ എന്താ പറയുക, പേര് വിളിക്കുക അഡീഷൻ എന്നായിരിക്കും, പക്ഷേ അഡീഷൻ ഇപ്പോൾ നോക്കുക ഇവിടെ മെട്രിക്സ് അഡീഷനാണ് അല്ലേ, അഡീഷൻ എന്ന് പറയുന്നത് മെട്രിക്സ് അഡീഷനാണ്. സോ ഐഡൻറ്റിറ്റി എലമെൻ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഡയറക്റ്റ് ഓപ്പറേഷൻ തരില്ല, നിങ്ങൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഒരു സ്ട്രക്ചർ അതിൻ്റെ ബൈനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഈ കാണാന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു തിയറത്തിലേക്ക് പോവുകയാണ്. എക്സിസ്റ്റൻസ് ഓഫ് ദി ഐഡൻറ്റിറ്റി എലമെൻ്റ് ആൻഡ് ഐഡൻറ്റിറ്റി എലമെൻ്റ് യൂണീക്ക് എന്ന ഒരു തിയറത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് തിയറത്തിലേക്ക് നോക്കാം, എന്താണ് തിയറം പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, uniqueness of identity element. A binary structure S star has at most one identity element. A binary structure S star has at most, underline this, at most one identity element. That is, if there is an identity element, then it is unique. At most one എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസ് ഉണ്ടാവാം, ഉണ്ട് എങ്കിൽ അത് എന്തായിരിക്കും, ഒന്ന് മാത്രമേ ഉണ്ടാവും. അതായത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യുണീക്കാണ് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, 4 മാർക്സിൻ്റെ പ്രോബ്ലമായിട്ടാണ് വരിക. വളരെ സിമ്പിളാണ് പ്രൂഫ്. നമുക്ക് പ്രൂഫിലേക്ക് കിടക്കാം. പ്രൂഫ്. ഓക്കെ, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യുണീക്കാണ് എന്ന് പ്രൂവ് ചെയ്യണം. സപ്പോസ് E and E bar be two identity elements of S star, algebraic structure S star. Okay, so E is an identity element means എന്താണ്? E star, that's the property, E star is equal to S equal to S star E for every S belongs to S. Now E bar is the identity element means E bar star S equal to S equal to S star E bar for every S belongs to S. Definition clear ആണല്ലോ. Now first we take E as the identity element. Okay, this implies this condition holds. Okay, taking E as identity element and E star already എവിടെയുണ്ട്? എസ്സിലുണ്ട് അല്ലേ, കൊമ്മ E star belongs to S implies ഇവിടെ എന്ത് വരും? E star E bar എന്ന് പറയുന്നത് എന്ത് വരിക? E bar. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. എന്താണ്? as E is the identity element, E bar also belongs to S, therefore E star E bar equal to E bar. Okay, now considering E bar as identity element and E belongs to S implies എന്ത് വരും? E bar star E equal to E star E bar. E bar ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് എടുക്കുമ്പോൾ എന്ത് വരും? E bar star S equal to S star E bar. സോ നമ്മൾ E എന്നത് എവിടെ ഉണ്ട്? എസ്സിലുണ്ട്. സോ E ബാർ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ E ബാർ സ്റ്റാർ E ഈക്വൽ ടു E സ്റ്റാർ E ബാർ. ഈ രണ്ട് കേസ് ഇവിടെ ഞാൻ ഈ ഇക്വേഷന് ഇങ്ങോട്ട് മാറ്റി എഴുതാണ്. ഈ ഇക്വേഷൻ എന്താ വരിക? E സ്റ്റാർ E ബാർ ഇസ് ഈക്വൽ ടു E. ഇതിന് ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുക്കും. ഓക്കെ, നൗ നെക്സ്റ്റ് ഞാൻ ഇവിടെ എഴുതുന്നില്ല, നിങ്ങൾ എഴുതുക. ഇത് നോക്കിക്കേ, E സ്റ്റാർ E ബാർ ഈക്വൽ ടു E ബാർ, E star E bar equal to E. Therefore, from 1 and 2, we get E equal to E bar. From 1 and 2, we get E equal to E bar. So, identity element if exists are unique. So,
an algebraic structure S star must have at most one identity element. Clear ആയി എന്ന് വിചാരിക്കുന്നു. Okay, now next theorem. Suppose S star has an identity element E4 star. If phi from S to S dash is an isomorphism of S star with S dash star dash, then phi of E is an identity element for the binary operation star on S dash. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഓൾജിബ്രൈക് സ്ട്രക്ചർ ഏതൊക്കെയാണ്? എസ് സ്റ്റാറും എസ് ഡാഷ് സ്റ്റാർ ഡാഷും, ആൻഡ് ദേ ആർ ഐസോമോർഫിക്. And star is a binary operation on S and star dash is the binary operation on S dash. And this theorem says that if E is the binary operation on S, then E is the identity element for S star. This theorem says that if E is the identity element for S star, then phi of E is the identity element for S dash. Okay, so what we have to prove? Suppose S dash belongs to our S dash, and to prove phi of E is the identity element for S dash, എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഫൈ ഓഫ് ഇ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഫൈ ഓഫ് ഇ സ്റ്റാർ ഡാഷ് എസ് ഡാഷ് ഈക്വൽ ടു എസ് ഡാഷ്, ആൻഡ് ഓൾസോ ദിസ് ഈസ് ഈക്വൽ ടു എസ് ഡാഷ് സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് ഇ. ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? And we have to prove this is true for every S dash belongs to capital S dash. അല്ലേ? സോ നമ്മൾ ഒരു എലമെൻ്റ് എടുക്കുന്നു, ആർബിട്രറി ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ആ ഒരു എലമെൻറ്റിന് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് ഫൈ ഓഫ് ഇ സ്റ്റാർ ഡാഷ് എസ് ഡാഷ് ഈക്വൽ ടു എസ് ഡാഷ് ഈക്വൽ ടു എസ് ഡാഷ് സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് ഇ. സോ എസ് ഡാഷ് എവിടെയുള്ള എലമെൻ്റ് ആണ്? ക്യാപിറ്റൽ എസ് ഡാഷിലെ എലമെൻ്റ് ആണ്. ക്യാപിറ്റൽ എസ് ഡാഷും എസ്സും എന്താണ്? ഐസോമോർഫിസ് ആണ്. സോ ഫൈ ഇസ് എൻ ഐസോമോർഫിസ് ആയതുകൊണ്ട് തന്നെ ഫൈ എന്താണ്? 1 1 ആൻഡ് 1 2 ആണ് അല്ലേ? സോ ആസ് എസ് ആൻഡ് എസ് ഡാഷ് ആർ ഐസോമോർഫിക്, എസ് ഡാഷ് phi is 1 1 and 1 2. Okay, this phi is 1 1 ആണ് 1 2 ആണ്. Now S dash belongs to S dash ആണ്. phi on 2 ആവുമ്പോൾ എന്ത് വരും? phi is a map from S to S dash അല്ലേ? ഇതിലുള്ള ഒരു എലമെന്റ് എസ് ഡാഷ് ഞാൻ എടുത്തു, ഫൈ ഓൺ ടു ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് എസ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എസ് സച്ച് ദാറ്റ് ഫൈ ഓഫ് എസ് ഈക്വൽ ടു എസ് ഡാഷ് എന്ന് വരും. ആസ് ഫൈ ഈസ് ഓൺ ടു S dash belongs to S implies there exists some small s belongs to capital S such that phi of S equal to S dash. Phi of S equal to S dash. Clear ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ഒരു S dash belongs to capital S dash എടുത്തു. phi എന്നത് on to ആയതുകൊണ്ട് there exists a small s belongs to capital S such that phi of S equal to S dash. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഓൺ ടു പ്രോപ്പർട്ടി ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിരുന്നത്. ദർ എക്സിസ്റ്റ് എ സ്മോൾ എസ് ബിലോങ്സ് ടു സച്ച് ദാറ്റ് ഫൈ ഓഫ് എസ് ഈക്വൽ ടു എസ് ഡാഷ്. ക്ലിയർ. നൗ എസ് എവിടെയുള്ള എലമെന്റ് ആണ്? എസ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എസ് അല്ലേ? എസ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എസ് ആൻഡ് ഇ ഈസ് ദി ഐഡന്റിറ്റി എലമെന്റ് ഫോർ എസ് സ്റ്റാർ. Therefore, as E is the identity element for star, നമുക്ക് എന്ത് കിട്ടും? എസ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം? ഐഡന്റിറ്റി എലമെന്റിന്റെ പ്രോപ്പർട്ടി
S small s star E equal to S equal to E star S. ഞാൻ എഴുതിയ ഓർഡർ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. E star S equal to S equal to S star E. ഓക്കെ, ഇനി അതിനകത്ത് തന്നെ നമുക്ക് ഇനി എവിടെ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോപ്പർട്ടി കൺസിഡർ E star S ഈക്വൽ ടു എസ് എന്ന് കൺസിഡർ ചെയ്യാം. രണ്ട് സൈഡിലും നിങ്ങൾ എന്ത് കൊടുക്കുക, ഫൈ അപ്ലൈ ചെയ്യുക. എന്ത് വരും, ഫൈ ഓഫ് ഇ സ്റ്റാർ എസ് ഈക്വൽ ടു ഫൈ ഓഫ് എസ് എന്ന് വരും അല്ലേ. അതുപോലെ ഇവിടെയും കൊടുക്കാം, എസ് ഈക്വൽ ടു എസ് സ്റ്റാർ ഇ എന്ന സ്ഥലത്തും ഫൈ അപ്ലൈ ചെയ്യാം. ഫൈ ഓഫ് എസ് ഈക്വൽ ടു എന്ത് വരും, ഫൈ ഓഫ് എസ് സ്റ്റാർ ഇ. നൗ ബട്ട് ഫൈ ഈസ് എൻ ഐസോമോർഫിസം. ഫൈ ഈസ് എൻ ഐസോമോർഫിസം ആയതുകൊണ്ട് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, ഫൈ ഓഫ് ഇ സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് എസ്. ഫൈ ഓഫ് ഇ സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് എസ് ഈക്വൽ ടു ഫൈ ഓഫ് എസ്. And here phi of s is equal to phi of s star dash phi of e. Okay, and phi of e star dash, what is phi of s? Phi of s is s dash. Therefore phi of e star dash s dash equal to phi of s is again s dash, and this is equal to phi of s is again s dash star dash phi of e. Okay, thus if you take a s dash belongs to small capital S dash set, then phi of e star dash s dash is equal to s dash equal to s dash star dash phi of e. As s dash is arbitrary, we get phi of e star dash s dash equal to s dash equal to s dash star dash phi of e for every s dash belongs to s dash. ഓക്കെ, ആസ് എസ് ഡാഷ് ആർബിട്രറി ആയതുകൊണ്ട് ഏതൊരു എലമെന്റ് എസ് ഡാഷ് എടുത്താലും നമുക്ക് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. ഫൈ ഓഫ് ഇ സ്റ്റാർ ഡാഷ് എസ് ഡാഷ് ഇസ് ഈക്വൽ ടു എസ് ഡാഷ് ഈക്വൽ ടു എസ് ഡാഷ് സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് ഇ. ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹിയർ ഫൈ ഓഫ് ഇ ഈസ് ദി ഐഡന്റിറ്റി എലമെന്റ് ഫോർ എസ് ഡാഷ്. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് identity element in S dash. Therefore phi of e is the identity element of S dash. Okay, therefore if phi is an isomorphism from S to S dash and if E is the identity element for star, then phi of E is the identity element for S dash. Clear ആയി എന്ന് വിചാരിക്കുന്നു. അതായത് ഐഡന്റിറ്റി എന്താണ് ഐസോമോർഫിസം, എപ്പം ഇവിടെ ഈ ഐഡന്റിറ്റി എലമെന്റ് ആണെങ്കിൽ ഐസോമോർഫിസം സ്ട്രക്ചറിൽ ഐഡന്റിറ്റി എലമെന്റ് ഏതായിരിക്കും, ഫൈ ഓഫ് ഇ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ തിയറവും സാധാരണ ചോദിക്കാറുണ്ട്. ഐഡന്റിറ്റി എലമെന്റ് യൂണീക്കാണ് എന്നതും ചോദിക്കാറുണ്ട്. അപ്പം ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതിൻ്റെ നോട്ട് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് എഴുതിക്കോളൂ കേട്ടോ. ഇത് ഇവിടുന്ന് ക്ലിയർ എഴുതി പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കേട്ടോ. ഓക്കേ.